ഹായ് ഹലോ നമ്മൾ പുതിയ കേക്ക് ഡെക്കറേഷൻസ് കാണാം. നമ്മൾ ആദ്യം സെറ്റ് ചെയ്യുന്നത് ഒരു മോം ടു ബി കേക്കാണ് കേട്ടോ. ഇത് നമ്മൾ രാവിലെ 7 മണിക്ക് കൊടുക്കാനുള്ള കേക്കാണേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ രാവിലെ 6 മണിക്കാണ് കേട്ടോ ഈ ഒരു പരിപാടി ചെയ്യണത്. നല്ല ലേറ്റായിട്ട് വന്ന ഓർഡറാണ് രാത്രി. അപ്പോൾ നമ്മൾ ക്രം കോട്ട് ചെയ്ത് കയറ്റിയിട്ടുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ. പക്ഷേ നൈറ്റിൽ നമുക്കത് ഫൈനൽ കോട്ട് ചെയ്യാനുള്ള ക്രീം ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ രാത്രി 12 മണിക്ക് പിന്നെ ബീറ്റർ ഓൺ ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അങ്ങനെ പോയി കിടന്നു. പക്ഷേ ഈ ഒരു കേക്ക് രാവിലെ 7 മണിക്ക് കൊടുക്കണം എന്നുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ നമ്മൾ 6 മണിക്ക് ക്രീം ബീറ്റ് ചെയ്തു. ആ ഒരു ടൈമിലാണല്ലോ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കലും എല്ലാം കൂടി ആയതുകൊണ്ട് നല്ല തിരക്കായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ക്രീം ഒന്ന് ഓവർ ബീറ്റായിപ്പോയി. എൻ്റെ ഒരു ശ്രദ്ധ കുറവാണ് കേട്ടോ. പിന്നെ എന്തായാലും തോന്നിയില്ല, അവർ വരുമ്പോഴേക്കിന് നമ്മൾ കേക്ക് സെറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു കേക്ക് 1 kg ആണ്. ഞാൻ 5 ഇഞ്ചിലാണ് കേട്ടോ ബേക്ക് ചെയ്തിട്ടുള്ളത്. ഈ ഒരു മോഡൽ ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ ഒരു മോഡൽ തന്നെ കസ്റ്റമർ അതുപോലെ ചെയ്യാൻ പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ സിമ്പിളായിട്ടുള്ളൊരു കേക്കാണ്. ഫോണ്ടൻറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ തലേന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ അതിനുള്ള മാച്ചായിട്ടുള്ള ബോൾസും കൂടി വെച്ചെടുത്താൽ ഈ ഒരു കേക്കിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയി കേട്ടോ. ഇത്രയും നേരത്തെ ഒന്നും കേക്ക് നമ്മളെ അടുത്ത് നിന്ന് ഡെലിവറി ഉണ്ടാവാറില്ല. ഇത് അവർ നേരത്തെ വന്ന് പിക്ക് ചെയ്ത് കൊണ്ടുപോയി കേട്ടോ. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് വന്നിട്ട്. ഇനി നമുക്ക് അന്ന് തന്നെ കൊടുക്കാനുള്ള കേക്കാണ് കേട്ടോ ഇത് ഞാൻ തലേന്നേ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതൊരു ഹാഫ് ബർത്ത്ഡേ കേക്കാണേ. ഈ ഒരു കസ്റ്റമർക്ക് നമ്മൾ ഒരു 100 days ഓഫ് ബേബി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ കുട്ടിയുടെ 3 മാസത്തെ ഒരു കേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ അവർക്കുള്ള കേക്ക് തന്നെയാണ് ഈ ഒരു ഹാഫ് ബർത്ത്ഡേ കേക്ക്. ഈ ഒരു കേക്ക് ഈ ഒരു കളർ കസ്റ്റമർ അയച്ചു തന്നതാണ്. ആ ബേബീൻ്റെ ഡ്രസ്സിൻ്റെ കളറ് സെയിം കളറാണ് കേട്ടോ. അപ്പോൾ അതേ കളർ വേണമെന്ന് അവർ പറഞ്ഞായിരുന്നു. ഈ ഒരു വർക്കും അവർ അയച്ചു തന്നതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പിന്നെ ഈസി ആയിരുന്നു ചെയ്യാൻ. അപ്പോൾ ഈ 2 കളർ കോമ്പിനേഷനിൽ ഈ ഒരു ഡോട്ട്സ് പോലെയാണ് ബേബീൻ്റെ ഡ്രസ്സ് വന്നിട്ട്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ കേക്ക് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കേക്കിൻ്റെ എന്താ പറയുക 7 ഇഞ്ചിലാണ് കേട്ടോ കേക്ക് ബേക്ക് ചെയ്തിട്ടുള്ളത്. അതിന് ഞാൻ 4 ലെയറാക്കിയിട്ട് ഇതുപോലെ കേക്ക് സ്റ്റേക്ക് ചെയ്തതാണേ. അപ്പോൾ മോൻ്റെ നെയിമും കൂടി നമ്മൾ ബോർഡിൽ വെച്ചിട്ട് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് ചെയ്യാനുള്ളത് ഒരു 1.5 കിലോയിൽ വരുന്ന ഒരു ടോഫി കേക്കാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇത് 6 ഇഞ്ചിലാണ് ബേക്ക് ചെയ്തിട്ടുള്ളത്. ഈ ഒരു കേക്കും മോം ടു ബി കേക്കാണേ. അപ്പോൾ ഇത് നമുക്ക് കസ്റ്റമർ സർപ്രൈസായിട്ട് കൊടുക്കാനുള്ള കേക്കാണ് കേട്ടോ. ഇത് നമുക്ക് ദുബായിൽ നിന്ന് നമുക്ക് തന്ന ഓർഡറായിരുന്നു, വീട്ടിൽ സർപ്രൈസായിട്ട് കൊടുക്കാനുള്ള കേക്ക്. അപ്പോൾ നമ്മൾ കേക്കൊക്കെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ബേബീൻ്റെ ഫോട്ടോസും ബോയ് ഗേൾ എന്നുള്ള ആ ഒരു പ്രിൻ്റൊക്കെ വെച്ചിട്ട് കേക്ക് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊരു മാച്ചില്ലാത്തതുകൊണ്ട് ഞാൻ താഴെ റിബൺ കൂടി കൊടുക്കാമെന്ന് വിചാരിച്ചു. താഴെ ഒരു ബോറായിട്ട് കിടക്കുന്ന പോലെ തോന്നി. അപ്പോൾ ഒരു ബ്ലൂ കളറും പിങ്ക് കളറിലുള്ള റിബൺ ഇവിടെ ഓൾറെഡി സ്റ്റോക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ കുറേ ആലോചിച്ചപ്പോഴാണ് ആ ഒരു ഐഡിയ കിട്ടിയത്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് വെച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഞങ്ങളെ ഫ്രണ്ട്സിനൊന്ന് ഷെയറും ചെയ്യണേ കേട്ടോ വീഡിയോസ്. അപ്പോൾ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ട് ഇങ്ങനെയായിരുന്നു കേട്ടോ. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതൊക്കെ അറ്റ് എ ടൈം ഒറ്റ ദിവസത്തെ വീഡിയോസൊന്നും അല്ല കേട്ടോ. പല പല വീഡിയോസ് നമ്മൾ കമ്പൈൻ ചെയ്തതാണേ. ഇനി നമ്മൾ ചെയ്തൊരു വർക്ക് ഇതായിരുന്നു. ഇതൊരു ജംഗിൾ തീം കേക്കാണ് കേട്ടോ. ഈ ഒരു മോഡൽ കസ്റ്റമർ പറഞ്ഞിട്ടൊന്നുമില്ല, നമ്മളെ ഇഷ്ടത്തിന് ചെയ്യാൻ പറഞ്ഞു. കുറേ അനിമൽസിൻ്റെ ഫോട്ടോസ് വേണമെന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളെ കയ്യിൽ ഇപ്പോൾ ഈ ഒരു പിക്ക് സ്റ്റോക്ക് ഉണ്ടായിരുന്നുള്ളൂ. പെട്ടെന്നാണ് കേട്ടോ ഒരു മോഡൽ ചേഞ്ച് ആക്കിയത്. അതുവരെ നമ്മൾ അവരുടെ അടുത്ത് ഒരു ആനയുടെ തീമിലുള്ള കേക്ക് ചെയ്യാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മോൻ്റെ നെയിം നമ്മൾ ഫോണ്ടൻറ്റിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അത് നമ്മൾ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക്.